നമസ്കാരം. ഇന്ന് താരസംഘടന അമ്മയുടെ രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു. ഞാൻ അതേക്കുറിച്ച് ഇന്നലെ വാർത്ത ചെയ്തിരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്ന നിർണായകമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഞാൻ ഇന്നലെ തൊട്ട് പറഞ്ഞു, മെമ്മറി കാർഡ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന കാര്യം. മെമ്മറി കാർഡിൻ്റെ വിഷയം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അത് വലിയ ഒരു ചർച്ചയായി തന്നെയാണ് കണ്ടത്. ഇന്നത്തെ കമ്മിറ്റി അംഗങ്ങൾ അതിനകത്ത് പങ്കെടുത്ത് വലിയ രീതിക്ക് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവരെ, ദേവൻ ഉൾപ്പെടെയുള്ളവരെ, ജഗദീഷ് ഉൾപ്പെടെയുള്ളവരെ അന്വേഷണത്തിന് ചുമതലയിൽ വരുത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അന്നാണ് മല്ലിക സുകുമാരൻ ഉണ്ടെങ്കിൽ ലൂസ് ടോക്കറാണ്, ഒരിക്കലും വെക്കാൻ പാടില്ല എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന വാർത്തയും പുറത്ത് വിടുകയും ചെയ്തു. അങ്ങനെ ലൂസ് ടോക്കർ എന്ന പദം അവിടെ ഉപയോഗിച്ചു എന്ന് പ്രസിഡന്റ് മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. പേര് കുക്കു അല്ല, വേറെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ എന്തായാലും ശ്വേതാമേനോൻ ബാധ്യസ്ഥനാണ്. ഇന്ന് നടന്ന സംഭവം, ആ സംഭവത്തിൽ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമായി. അത് 60 ദിവസത്തിന് അന്വേഷണം പൂർത്തീകരിക്കണം. അതിന് ഇന്ന് കമ്മിറ്റി എടുത്തിരിക്കുന്ന ആളുകളുടെ പേരെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജോയ് മാത്യു, ആ കമ്മിറ്റി വേണമെന്ന് അന്ന് തന്നെ ലക്ഷ്മിപ്രിയ പറഞ്ഞതാണ്. ജോയ് മാത്യു ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ബയലോ പ്രകാരം പുറത്ത് നിന്നുള്ളൊരു അഡ്വക്കേറ്റ് വേണം. കഴിഞ്ഞ തവണ കമ്മിറ്റിയിൽ മെമ്പറായ ഒരാളെ വെക്കാനാണ്, അഡ്വക്കേറ്റാണ്, നിയമം അറിയാവുന്ന ഒരാളെ വെക്കണമെന്നായിരുന്നു ഒരു തീരുമാനം. അത് ഒരു കാരണവശാലും ബയലോ പ്രകാരം അനുവദിക്കില്ല. ബയലോ പ്രകാരം പുറത്ത് നിന്നൊരു അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റ് ആശയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മയിലുള്ള ഒരു വനിതാ മെമ്പർ വേണമെന്നുണ്ട്. ആ വനിതാ മെമ്പറായി ശ്രീദേവി ചേച്ചിയുടെ മോനിഷയുടെ അമ്മയാണ്. ആ ശ്രീദേവി ചേച്ചിയുടെ പേര് ഇന്നവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ളത് ദേവൻ്റെ പേര് ഇവരാവശ്യപ്പെട്ടാൽ ദേവനെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രസിഡന്റ് ശ്വേതാമേനോൻ. അങ്ങനെ 5 പേരാണ്. ഇനി മറ്റൊരു മാറ്റം എനിക്ക് വരാൻ സാധ്യതയുണ്ട്. മല്ലിക സുകുമാരൻ കമ്മിറ്റിയിൽ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടനുസരിച്ച് മല്ലിക സുകുമാരനെ പ്രസിഡന്റ് വിളിച്ച് ചോദിച്ചാലും മല്ലിക സുകുമാരൻ ഇത് തുടരാൻ സമ്മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. അത് അന്വേഷണത്തിന് ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ശ്രീദേവി ചേച്ചിയെ മാറ്റിക്കൊണ്ട് മല്ലിക ചേച്ചിയെ വെക്കും. അങ്ങനെ 5 അംഗ കമ്മിറ്റി എന്നുള്ള ധാരണയിലെത്തിയിരിക്കുന്നു. അത് മെമ്മറി കാർഡ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്യുകയും പിന്നീട് ആ മെമ്മറി കാർഡ് മുക്കുകയും ആ മെമ്മറി കാർഡിനെ കുറിച്ച് ഇതുവരെ എവിടെയാണെന്ന് പറയാൻ തയ്യാറാകാതെയാണ് കുക്കു പരമേശ്വരൻ ഇപ്പോഴും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് ചോദിക്കും. അതിൻ്റെ കാര്യങ്ങൾ ശ്വേതാമേനോൻ ഉത്തരവാദിത്തോടു കൂടി ഈ മല്ലിക ചേച്ചിയും ദേവൻ ചേട്ടനെയും വിളിച്ച് ചോദിച്ചുകൊണ്ട് അവരിക്കുമെങ്കിൽ ശ്രീദേവി ചേച്ചി മാറും, മല്ലിക ചേച്ചി വരും. അല്ലെങ്കിൽ ശ്രീദേവി, ജോയ് മാത്യു, അഡ്വക്കേറ്റ് ആഷ, ദേവൻ, ശ്വേതാമേനോൻ ഇവരായിരിക്കും വരിക എന്ന് കൃത്യമായി 60 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനുശേഷം ഇവർ കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള ഉടൻ തന്നെ അന്വേഷണം ആയിരിക്കും. അന്വേഷണം അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ ആളുകളെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം അത് മെമ്മറി കാർഡ് കണ്ടെത്തുന്ന നിലയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇത് ആരാണ് നശിപ്പിച്ചതെന്ന് കണ്ടെത്തുമെന്നാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടത്തും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രദ്ധ ചെലുത്തണമെന്നുള്ള ഒരു രീതിയിലേക്കൊരു സംസാരം, മാധ്യമങ്ങളിൽ സംസാരിക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു പോയ കാര്യങ്ങൾ എതിർപ്പ് ജോയ് മാത്യുവോടെ പ്രകടിപ്പിച്ചെന്നാണ് എനിക്ക് കിട്ടുന്ന വിഷയം. ജോയ് മാത്യു ആണ് ഇത് അവതരിപ്പിച്ചത്. ജോയ് മാത്യു പറയുന്നത്, കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയണം, അത് പറയാതെ ഒഴിഞ്ഞു മാറരുത്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അവിടെ ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, കൂടുതലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു മുഖ്യധാര. അപ്പോൾ അവിടെ പറഞ്ഞു, ഓൺലൈൻ എന്നോ മുഖ്യധാര മാധ്യമങ്ങളൊന്നുമില്ല, എല്ലാ മാധ്യമങ്ങളാണ്. അവർ ചോദിച്ചാൽ അവർ പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളന്ന് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മൾ കുറേ കമ്മിറ്റി എടുത്ത കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറയാതെയാണ് പോയത്. അത്ര നിലപാട് ശരിയല്ല എന്ന് പറയും. എന്നാൽ ജോയ് മാത്യു മാധ്യമങ്ങളെ കാണണമെന്ന് പറയും. ജോയ് മാത്യു പറ്റില്ല, പ്രസിഡന്റ് തന്നെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിച്ചു. പിന്നീട് വാർത്ത ചോരുന്നതുമായി ബന്ധപ്പെട്ട് അതാണ് ഏറ്റവും ചർച്ച. എനിക്ക് വാർത്തകൾ കിട്ടുന്ന എൻ്റെ കഴിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വാർത്ത കിട്ടുന്ന എൻ്റെ കഴിവാണ്. എൻ്റെ കഴിവ് പരമാവധി ആരെയൊക്കെ വിളിക്കാമോ അവരൊക്കെ വിളിച്ച് ഞാൻ വാർത്ത എടുക്കും. വാർത്ത കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചർച്ച നടക്കും. 17 പേരാണ് അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള, പ്രസിഡന്റ് ഉൾപ്പെടെ 17 പേരാണ്. ആ 17 പേര് വാർത്ത ചോർത്തി എന്ന് പറയാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഞാനും അത് പറഞ്ഞതു, ചിലപ്പോൾ ഞാൻ ഒരു അമ്മയുടെ മെമ്പറാണെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്താണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കുമോ, നമ്മുടെ കൈനീട്ടം വർദ്ധിപ്പിക്കുമോ, അല്ലെങ്കിൽ നമുക്കിനി അടുത്ത പരിപാടി എന്നാൽ ഇതൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മെമ്പറാണ്, എൻ്റെ അടുത്ത് ആ സുഹൃത്തുക്കൾ എന്ന നിലയിൽ പറയും. പക്ഷേ ഞാനൊരു മെമ്പറാണ്, എന്നെ അറിയാവുന്ന മറ്റാളുടെ അടുത്ത് പറയും. അങ്ങനെയും വാർത്ത ചോരാം. അതുകൊണ്ട് ഈ 17 പേരിലേക്ക് മാത്രം നമ്മൾ കണ്ണ് അവരെ മാത്രം പ്രതികൂട്ടിൽ നിർത്തൽ എന്നൊരു സംസാരം ഇവിടെ ഉണ്ടായത് കൃത്യമായ കാര്യം തന്നെയാണെന്ന് ഞാൻ
എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വാർത്തകൾ കിട്ടുന്നത് മാധ്യമങ്ങളുടെ കഴിവാണ്, വാർത്തകൾ കിട്ടിയാൽ കൊടുക്കുമെന്നുള്ള ആ കാര്യവും ഇന്നവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആളുകളും കത്തയച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഷമ്മി തിലകൻ്റെ കേസിൽ പ്രസിഡന്റ് പോയി മറ്റൊരു യൂട്യൂബ് ചാനലുകളിൽ അന്ന് ഷമ്മി തിലകനെ പുറത്താക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറയുകയും, എന്നാൽ പൊന്നമ്മ ബാബു അത് പുറത്താക്കണമെന്നൊരു ആദ്യം കൈമുക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെല്ലാം കൂടി ഒരു കത്തവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആ കത്തൊക്കെ അങ്ങനെ പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല ആളുകളും പല കത്തുകൾ എഴുതിയിരുന്നു. ആ കത്തുകളിലൊക്കെ മറുപടി നൽകാൻ തീരുമാനിച്ചു. പല ആളുകളും, പല അംഗങ്ങളും, അന്ന് മെമ്മറി കാർഡിൻ്റെ വിഷയത്തിലുണ്ടായിരുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു പ്രിയങ്കയും അസിനയും മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട് അവരെല്ലാം പല ആൾക്കാരും കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകളിന് മറുപടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറുപടി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസിഡന്റ് നൽകണമെന്നാണ് കമ്മിറ്റി എടുത്ത തീരുമാനമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ പിന്നെ കിട്ടിയ ഒരു വിവരം ഇതാണ്, അത് കമ്മിറ്റിക്കുള്ളിൽ പറഞ്ഞു വന്ന് എനിക്കറിയില്ല, പേഴ്സണലായിട്ട് പറഞ്ഞാണെന്നുള്ള ഇന്നത്തെ അജണ്ട വരെ ചോർന്നു, പ്രിൻ്റ് എടുക്കാൻ പോയ സ്ഥലത്ത് ചോർന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് സെക്രട്ടറിയാണ് അതിങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അജണ്ട ചോർന്നിട്ടുണ്ട്. അപ്പം കള്ളൻ കപ്പലിൽ തന്നെയെന്ന് മറുപടിയുമായിട്ട് ഒരാൾ നൽകിയെന്നാണ് ഈ കിട്ടുന്നത്. അങ്ങനെ അത് കമ്മിറ്റിക്കുള്ളിലാണോ എനിക്കറിയില്ല, പേഴ്സണൽ ടോക്കിലാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാൻ നമുക്ക് ഒരു മടിയുമില്ലാതെ പറയാം. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞ മെമ്മറി കാർഡിൻ്റെ വിഷയം തന്നെ, ആ മെമ്മറി കാർഡ് ചർച്ചയിലേക്ക് ഇന്നും വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ഇന്നും മാധ്യമങ്ങളെ കാണാൻ ഇവർ തയ്യാറായിട്ടില്ല. അതാണ്, ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കാണാൻ തയ്യാറാകണം. ഇത്രയും വിവാദങ്ങൾ മാധ്യമങ്ങൾ കാണാൻ മാധ്യമങ്ങൾ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുമെന്ന്, വാർത്താക്കുറിപ്പ് ഇതുവരെ ഇറക്കിയൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഇറക്കണമെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണാമെന്ന്, അങ്ങനെയൊക്കെ ഒരു തീരുമാനം. എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്, മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ ഉണ്ട്, മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറയുകയുണ്ടായി. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട്, കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ പഴങ്കഥകളെ പോലെ ആയി, ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തണമെന്നുള്ളൊരു അഭിപ്രായമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതെനിക്ക് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റിയുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി കാർഡ് കൃത്യമായ ഒരു സാധനം തന്നെയാണ് നടന്നത്. ഇല്ല എങ്കിൽ അവർ പറയേണ്ടതായി വരും ഇത്തരം കാര്യം. അതോടൊപ്പം തന്നെ ഓണക്കിറ്റിൻ്റെ കാര്യം, ഇത്തവണ ഓണക്കിറ്റ് കൊടുത്ത കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പ്രവൃത്തിയാണ് താരസംഘടന അമ്മ ചെയ്ത്. അതിന് മുൻകൈ ഇടുന്ന കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈലാഷിനെയായിരുന്നു. കൈലാഷിനെ അവിടെ മൊത്തത്തിൽ അഭിനന്ദിച്ചു. അത്രമാത്രം കൈലാഷിനതിന് പാടുപെട്ടിട്ടുണ്ട്. കൈലാഷിൻ്റെ ഒരു ഫോൺ കോൾ വിളിച്ചാൽ പോലും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കാൻ പോകുന്ന പല ആൾക്കാർ, അപ്പോൾ അവിടെ പോകുമ്പോൾ അവരെ കിട്ടില്ല, ഉടനെ കൈലാഷിനെ വിളിക്കുന്നു, കൈലാഷ് അത് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ആ കൈലാഷിൻ്റെ പ്രവൃത്തി അഭിനന്ദിച്ചിട്ടുണ്ട് ഇന്ന് കമ്മിറ്റി അംഗങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കൈലാഷിൻ്റെ പ്രവൃത്തി അംഗീകരിക്കേണ്ടതുമാണ് എന്ന് എനിക്കും തോന്നി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം. ചെയ്തോന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ, ഞാൻ കമ്മിറ്റിയിലുള്ളല്ലോ, എനിക്ക് കിറ്റിംഗ് കൊണ്ടെത്തുന്ന നല്ല ഒരു മെമ്പറാണെങ്കിൽ അറിയാം. അപ്പം കൈലാഷിനെ അങ്ങനെ അഭിനന്ദിച്ചു എന്നൊരു കാര്യമുണ്ട്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല പ്രവൃത്തി ചെയ്തതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ആര് ചെയ്താലും അവരെ താത്തിക്കെട്ടുകയല്ല. അവരെ താത്തിക്കെട്ടുമ്പോൾ മറ്റുള്ളവർ അവർ വലിയ ആളാകും. പ്രവൃത്തി ചെയ്തവരെ താത്തിക്കെട്ടുന്ന ഒരു പ്രവണത അമ്മയിലുണ്ടെങ്കിൽ, ആ ഭാരവാഹികൾക്കുണ്ടെങ്കിൽ, ആ ഭാരവാഹികൾ ഏറ്റവും മോശക്കാരായിരിക്കും. എന്തായാലും കൈലാഷിൻ്റെ പ്രവൃത്തി അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊന്നും. പിന്നെ ഭാവി പരിപാടികളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. റവന്യൂ ഉണ്ടാക്കാനുള്ള പരിപാടികളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ കൂടാതെ ഇവർ വേറെ എന്തൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളാണ് ചർച്ച നടത്തിയത്. എന്തായാലും മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ 60 ദിവസത്തിനുള്ളിൽ കൃത്യമായി അന്വേഷണം പൂർത്തീകരിക്കണമെന്നുള്ളൊരു വാദത്തിൽ ഉറച്ച് ഇതിന് ഇരകളായ ഇവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞ് കേസെടുക്കാനൊന്നും പറ്റില്ല. ഈ കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ അവർ നിൽക്കുന്നു. അത് കമ്മിറ്റി ആർജവത്തോടുകൂടി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ 2 കൂട്ടരും നൽകിയ പരാതി പോലീസിൽ നിൽക്കുന്നത്, മുഖ്യമന്ത്രിക്കും അതിൽ DGPക്കും നൽകിയ പരാതി, സൈബർ സെല്ലിനൊക്കെ നൽകിയ പരാതി നിലനിൽക്കെയാണ് അമ്മയുടെ ഒരു പാരലായ അന്വേഷണം നടക്കുന്നത്. എന്നാലും കാത്തിരുന്ന് കാണാം ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.